പൊതുസമൂഹവുമായും സർക്കാരുമായും ബന്ധിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനും ഒരു മേഖലയുമാണ് സിനിമ. അത് സെക്യുലറായി നിൽക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഗവൺമെൻറ് അതിനകത്ത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യവുമാണ്. അത്തരത്തിലുള്ള മോണിറ്ററിങ്ങും പാളിപ്പോയപ്പോഴെല്ലാം മറ്റിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം എന്താണെന്ന് നമുക്കറിയാം. സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഫ്ലുവൻസിങ് സൊസൈറ്റിയാണ്. അവർ തിരിഞ്ഞാൽ ഒരു വലിയ മേഖല തിരിയും. സോ അതിനകത്ത് നമ്മുടെ ഭരണകൂടം, നമ്മുടെ സർക്കാർ, രാഷ്ട്രീയ പാർട്ടികൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ എല്ലാവരും തന്ത്രപരമായ മൗനം അവലംബിക്കുകയാണെന്നൊരു ക്രൈം എടുക്കുന്നുണ്ടോ? ആദ്യമായി നമ്മൾ പറയട്ടെ, ഇതൊരു അക്കാദമിക് വിഷയമല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതിൽ അൻസിബ ഹസന് എൻ്റെ അഭിപ്രായത്തിൽ കേരള സമൂഹം തന്നെ വേണ്ട പോലെ ഹിയറിംഗ് കൊടുത്തിട്ടില്ലെന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇത് ഹിയർസയുടെ പ്രശ്നമൊന്നുമല്ല. അവരൊരു സ്ത്രീ വന്ന്, ഒരു നടി, ഒരു പ്രമുഖയുടെ അഭിനേത്രി വന്ന് നമ്മുടെ സമൂഹത്തിന് മുമ്പാകെ അവരെ മറ്റൊരു അഭിനേതാവായിട്ട് ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു, മേത്തച്ചി എന്ന് വിളിച്ചുള്ള ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം അതിൻ്റെ എവിഡൻസൊക്കെ അന്വേഷിക്കുന്നത്, പക്ഷേ അതിൻ്റെ കൊറോബറേറ്റിംഗ് എവിഡൻസൊക്കെ വാങ്ങേണ്ടി. പക്ഷേ ആ പ്രതികരണത്തോട് കേരള സമൂഹം, വലിയ സെക്യുലർ അവകാശപ്പെടുന്ന കേരള സമൂഹം വളരെ നിസ്സംഗമായാണ് പ്രതികരിച്ചത്. അതിൽ രാഷ്ട്രീയ സമൂഹം പ്രത്യേകം, അതിൽ യാതൊരു സംശയമില്ല. ഈ രാഷ്ട്രീയക്കാർക്കല്ല ഈ താരങ്ങളെ ഭയമാണ്. ആ പേടികൊണ്ട് മാത്രം നിശബ്ദ പാലിച്ചിരിക്കുകയാണ്. നാണം കെട്ടവരാണെന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ നിശബ്ദ പാലിച്ചത് ഗുരുതരമായ പിഴവാണ്. അതായിരുന്നു ഈ ചർച്ചകളൊക്കെ. ആ സമയത്തൊന്നും അമ്മയുടെ അകത്തുനിന്നൊരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. പിന്നീട് ജോയ് മാത്യു സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു സാമ്പത്തികം നല്ലോണമുള്ളൊരു സംഘടനയാണ്. അപ്പോൾ ഒരുപാട് അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ ലഭിക്കണം. പക്ഷേ ഈ സാമ്പത്തിക വിനിമയ ബന്ധപ്പെട്ട തർക്കങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ അകത്ത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് ശരി, ഗൗരവമായ വിഷയമാണ്, ആലോചിക്കേണ്ട കാര്യം എൻ്റെ അകത്തുള്ള പ്രധാനമുണ്ട്. പക്ഷേ ഇവിടെ അൻസിബ ഹസൻ ഉന്നയിച്ച പ്രശ്നം ഒരു വംശീയ അധിക്ഷേപമാണ്. അത് എവിടെയാണെങ്കിലും, അത് ഏത് തൊഴിൽ സ്ഥാപനം, ഇവിടെയൊക്കെ തന്നെയാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിരിച്ചു പോകേണ്ടി വരുന്നത്. അതേ തൊഴിലിടമാണെങ്കിലും നമ്മുടെ ഇവരുടെ കമ്മിറ്റി ആണെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീവിരുദ്ധവും വംശീയവുമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞുള്ള ഓരോ സംഭവങ്ങളും വരികയാണ്. ഇതിനെ ഒരു ബിഗ് പിക്ചറിൽ കാണണം. ബിഗ് പിക്ചർ എന്ന് പറഞ്ഞാൽ അൻസിബ ഹസൻ്റെ സംഭവത്തോടെ തുടങ്ങല്ല. ഒരു തവണ പിരിച്ചുവിട്ടു ഈ അമ്മ കമ്മിറ്റി. എന്തായിരുന്നു അന്ന് താരപദവിയുടെ മോഹൻലാലായിരുന്നു തലപ്പത്തിണ്ടായിരുന്നത്. എന്തായിരുന്നു ഈ മഹാനായ താരനടൻ എന്നിവിടെ പിരിച്ചുവിട്ടത്? അന്ന് ഹേമ കമ്മിറ്റിയെ കുറിച്ച് നിങ്ങൾക്കെല്ലാം നിശബ്ദത പാലിക്കുക. ഒരു അഭിപ്രായം പോലും പറയാൻ ധൈര്യമില്ലാത്ത ആൾക്കാരാണ് ഇവർ. അതായത് ഹേമ കമ്മിറ്റി കേരളത്തിൽ വിഷയ സമയത്ത് അതിനെക്കുറിച്ച് അഭിപ്രായം പോലും പറയാൻ ആർജവമില്ലാത്ത താരപദവിയിലിരിക്കുന്ന എന്ത് അസംബന്ധമാണത് ഇവർക്ക്. അതുപോലെ എന്നിട്ട് പുറത്ത് വലിയ ഡയലോഗ് അടിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ തലപ്പത്തിരുന്നാണ് ഈ സ്ത്രീ. അതിനുശേഷമാണ് എന്ത് WCC ആയിട്ടൊരു നമ്മൾ ഈ യാഥാർത്ഥ്യതാണ്. WCC ബന്ധപ്പെട്ടൊരു മത്സരം ഉണ്ടുകൊണ്ട് സ്ത്രീ നേതൃത്വത്തെ കൊണ്ടുവരാനുള്ള ആസൂത്രണമായ ശ്രമം നടത്തി. അല്ലാണ്ട് സ്ത്രീകൾ സ്വയം സംഘടിച്ച് ഈ അമ്മയുടെ ഈ AMMയുടെ തലപ്പത്ത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നൊരു ഫിക്ഷനാണ്. അതിൻ്റെ അകത്തൊക്കെ ഈ ആസൂത്രണമായ ഗണേഷ് കുമാർ ഉൾപ്പെടെ, മുകേഷ് ഉൾപ്പെടെ എല്ലാവർക്കും പങ്കുണ്ട്. ഇതിൻ്റെ അകത്ത് UDF ഗവൺമെൻറ്, ഇവിടെ UDFിൻ്റെ പ്രതിനിധികളോട് പറയാം, UDF ഗവൺമെൻറ് പങ്കുണ്ട്. കാരണം രമേഷ് പിഷാരടി ജനപ്രതിനിധിയാണ്. അയാളാണ് പകരമായിട്ട് കൺവീനർ ആവാൻ പോയത്. അതായത് എഡ്ഹോ കമ്മിറ്റി പിരിച്ചു കൺവീനറായി പോയി. ഇപ്പോൾ കൺവീനർ സ്ഥാനം ഇല്ലെന്ന് മനസ്സിലാക്കാൻ എഡ്ഹോ കമ്മിറ്റി ഇല്ല. കാര്യം ഇവർ രാജിവെച്ചില്ല പറഞ്ഞത്. ഈ രമേഷ് പിഷാരടി എന്ന് പറയുന്നത് UDFിൻ്റെ MLA ആണ്. അപ്പോൾ ആൾക്ക് അതിനകത്ത് സ്റ്റേക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ UDF ഗവൺമെൻറ് ഇതിനകത്തുള്ള എല്ലാ നിയമകാര്യങ്ങൾക്കും UDF ഗവൺമെൻറ് പരോക്ഷമായിട്ടുള്ള ഡയറക്റ്റ് സ്റ്റേക്ക് വരാണ്. കാര്യം ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ കഴിവുള്ള MLA ആണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഇവരെല്ലാ കാലത്തും AMMA ഇടതുപക്ഷമാണെങ്കിൽ വലതുപക്ഷത്തെ UDF ആണെങ്കിലും ഇനി BJPനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വർഗീയവൽക്കരിക്ക് അടുത്ത ശ്രമമുണ്ട്. ഇവരെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കാലിട്ടുകൊണ്ട് ആ രാഷ്ട്രീയ അധികാരത്തെ ഉപയോഗിക്കുന്നവരാണ്. രമേഷ് പിഷാരടി അതിനെ തന്നെ പ്രധാനം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം, സംശയമുള്ള സംശയം. പക്ഷേ ഇത് മുകേഷും ഗണേഷ് കുമാറും ചെയ്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഗണേശ് എന്തോടെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഗണേശ് എന്ത് പറയുന്നു? ഗണേശ് ഈ ശ്വേതാമനെ പുകഴ്ത്തി പറഞ്ഞു എനിക്കത് വ്യക്തമായില്ല എന്താ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ചരിത്രം ഈ ഹേമ കമ്മിറ്റി മുതൽ ഇതിനകത്തുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈ വംശീയ. അപ്പോൾ ആലോചിച്ച് നോക്കണം, സ്ത്രീവിരുദ്ധം വംശീയവും ഒക്കെ ചേർന്ന് ഈ താരങ്ങൾ ഇരിക്കുന്നു. അതായത് വാസ്തവന ഒരു സാംസ്കാരികമായൊരു തലമില്ലാ സംഘടന, അതായത് സാംസ്കാരിക നിരക്ഷരമായ സംഘടനയാണ് കേരളത്തെ സംബന്ധിച്ച്. എന്തിനാ ഈ സംഘടന? ശരിയാണ്, ഇതിൻ്റെ ബെനിഫിറ്റ് പാവപ്പെട്ട കലാകാരന്മാർക്ക് എപ്പോഴും എല്ലാ സംഘടനകളും ഉപയോഗിക്കുന്ന കാര്യമാണ്. പാവപ്പെട്ടവർക്ക് ഇതിൽ മറ്റേ അങ്ങനെയുള്ള കലാകാരന്മാർക്ക് ഗുണമുണ്ട്, സാമ്പത്തിക ഗുണമുണ്ടെന്നൊക്കെ ഇവർ പറയുന്ന കാര്യം. പക്ഷേ ഇവരുടെ താല്പര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ.